നമസ്കാരം. തടൈ ന്യൂസിലേക്ക് സ്വാഗതം. വിജയ് സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപും ശേഷവും തമിഴകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചയാണ് വിജയ് തൃഷ ബന്ധം. ഇരുവരും പ്രണയത്തിലാണെന്നതാണ് അഭ്യൂഹങ്ങൾ. ആദ്യമെല്ലാം ആരോപണങ്ങളായിരുന്നുവെങ്കിൽ വിജയുടെ ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന ഹർജിയിലെ നടി വിവാഹേതര ബന്ധം തൃഷയാണെന്ന് ഏവരും വിധിയെഴുതി. പിന്നാലെ പൊതുവേദിയിലും തൃഷയും വിജയും ഒന്നിച്ചെത്തിയതും സത്യപ്രതിജ്ഞയിൽ തൃഷ പങ്കെടുത്തതും ഈ വിധിയെഴുത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. എന്നാൽ ഇതിൽ പ്രതികരിക്കാൻ ഇരുവരും ഇതുവരെ തയ്യാറായിട്ടുമില്ല. ജൂൺ 22-നായിരുന്നു വിജയുടെ പിറന്നാൾ. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം വരുന്ന ആദ്യ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ അതിലേറെ സ്പെഷ്യലുമായിരുന്നു. അന്നേ ദിവസം തൃഷയുടെ പോസ്റ്റ് എന്താകുമെന്നറിയാനും ഏവരും കാത്തിരുന്നു. എന്നാൽ പിറന്നാൾ ആശംസകൾ താരം പോസ്റ്റ് ചെയ്യാതെ വന്നതോടെ വിജയുമായി തൃഷ പിരിഞ്ഞെന്ന വാർത്തകളായി പിന്നീട്. എന്നാൽ ആ പ്രചരണത്തിന് അധികം ആയുസ്സുണ്ടായില്ല. വിജയ്ക്കൊപ്പം കേക്ക് മുറിക്കുന്ന ഒരു ഫോട്ടോ തൃഷ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. ഒപ്പം എൻ്റെ ജീവിതം അർത്ഥപൂർണമാക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിക്ക് ജന്മദിനാശംസകൾ എന്നൊരു കുറിപ്പും. ഈ ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ ഇടത്തെ സംസാര വിഷയം. ഇത് AI ആണെന്നാണ് ഏവരും പറയുന്നത്. അതിന് തെളിവുകളും ചില സോഷ്യൽ മീഡിയകൾ നിരത്തിയിട്ടുമുണ്ട്. നമുക്ക് ആ തെളിവുകളൊന്ന് കാണാം. 1. ആ വലിയ കേക്കിനടുത്തുള്ള കത്തി നോക്കുക. മുന്നിലുള്ള ഒരു കേക്കും കട്ട് ചെയ്യാതെ തന്നെ അതിൽ കേക്കിന്റെ ഭാഗങ്ങളുണ്ട്. 2 കേക്കിലെയും മെഴുകുതിരി ശ്രദ്ധിച്ചു നോക്കൂ. ഒന്നിൽ സാധാരണ പോലെ കത്തി നിൽക്കുന്ന മെഴുകുതിരിയാണെങ്കിൽ മറ്റേതിൽ വെള്ള കളറിലാണ് തീ കത്തി നിൽക്കുന്നത്. അതെന്താ അങ്ങനെ? 3. വിജയ് ഇട്ടിരിക്കുന്ന സെയിം ഷർട്ട് വിജയുടെ പഴയ ചിത്രങ്ങളിലും വീഡിയോകളിലും 2024 പ്രചരിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പുള്ള ഒരു ഷർട്ട് വിജയെ പോലെ ഒരാൾ ഇന്നും ഉപയോഗിക്കുക എന്ന് പറയുന്നതിൽ ഒരു അസ്വാഭാവികത ഇല്ലേ? 4. മുന്നിലുള്ള ആ ചെറിയ 3 കേക്കുകൾ കോങ്കു എന്ന ഒരു പ്രീമിയം ബൊട്ടീക് പേസ്ട്രി ആൻഡ് കേക്ക് കഫേയിൽ നിന്നുള്ളതാണ്. അവർക്കാണ് മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലാണ് ഔട്ട്ലെറ്റുകൾ ഉള്ളത്. അതായത് ചെന്നൈയിൽ ഇല്ല. വിജയ് ആണെങ്കിൽ പിറന്നാൾ ദിവസം വൈകിട്ട് വരെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്കാണ് പോയത്. അതിനുശേഷം തന്റെ വസതിയിലേക്ക് പോകുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. വിജയുടെ വസതിയിൽ തൃഷ വന്നിരുന്നുവെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും അപ്പോൾ തന്നെ വാർത്തകളിൽ നിറഞ്ഞേനെ. ഇതൊക്കെ കൊണ്ടാണ് ഇത് AI നിർമ്മിക്കപ്പെട്ടതോ അല്ലെങ്കിൽ പഴയ ചിത്രമോ ആവാമെന്ന ഒരു നിഗമനത്തിലേക്ക് ആരാധകർ എത്തിയിരിക്കുന്നത്.